നമസ്കാരം, എല്ലാവർക്കും PSC ഈസി സക്സസിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ശ്രേണികൾ എന്ന ടോപ്പിക്കിൽ നിന്നുള്ള കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കണ്ടതാണ്, അതിന്റെ കണ്ടിന്യൂവേഷൻ ആണ്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് വായിക്കാം. അപ്പോൾ ഇത് വായിക്കുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. അത് വായിക്കുന്ന കൂട്ടത്തിൽ തന്നെ അതിന്റെ ആൻസേഴ്സ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സീരീസ് ഇങ്ങനെയാണ്: 1, 4, 9, 25, 36. അപ്പോൾ ഇതിന്റെ ആൻസർ ഈ സീരീസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ആ ഡാഷിന്റെ അവിടെയുള്ളത് ഇത് നമ്പർ ആണെന്ന് എഴുതി വയ്ക്കുക, അല്ലെങ്കിൽ മനസ്സിലാലോചിക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ 8, 13, 18, 28. അപ്പോൾ ഇതും വളരെ എളുപ്പമായിട്ടുള്ള ഒരു സീരീസ് തന്നെയാണ്. അപ്പോൾ ഇത് വായിക്കുന്ന കൂട്ടത്തിൽ തന്നെ എന്താണ് ഈ നമ്പേഴ്സ് തമ്മിലുള്ള കണക്ഷൻ എന്ന് ആലോചിച്ച് ആ മിസ്സിംഗ് ആയിട്ടുള്ള നമ്പർ ഏതാണെന്ന് ആൻസർ കണ്ടുപിടിക്കുക. ഇനി മൂന്നാമത്തേത്, അത് ഒരു ശകലം ഈ കഴിഞ്ഞ രണ്ട് ചോദ്യങ്ങളിൽ നിന്നും കുറച്ച് വ്യത്യസ്തമാണ്. സീരീസ് ഇങ്ങനെയാണ്: 0, 2, 8, 24, 34. ഒന്നുകൂടി വായിക്കാം: 0, 2, 8, 24, 34. അപ്പോൾ ഈ നമ്പേഴ്സ് തമ്മിലുള്ള റിലേഷൻ പെട്ടെന്ന് നോക്കുക. ഇനി അടുത്ത ചോദ്യം, ഇത് ഈ കഴിഞ്ഞതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് വരുന്നതാണ്. 1, 7, 9, 14, 17, 21, 1, 7, 9, 14, 17, 21, ഇനി അടുത്ത ചോദ്യം വായിക്കാം. അപ്പോൾ ഇത്രയും പെട്ടെന്ന് തന്നെ ഈ ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റുന്ന രീതിയിലോട്ട് നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്ത് വരുമ്പോൾ തന്നെ അത് പെട്ടെന്ന് കിട്ടും. അടുത്ത ചോദ്യം വായിക്കാം. 6, 12, 36, 144, ഒന്നും കൂടി ആ ചോദ്യം വായിക്കാം. 6, 12, 36, 144, ഇപ്പോൾ തന്നെ അത് കേൾക്കുമ്പോൾ ആ നമ്പേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ പെട്ടെന്ന് തന്നെ അവസാനത്തെ നമ്പർ കണ്ടുപിടിക്കാം. ഇനി ഒരു ചോദ്യം കൂടിയാണുള്ളത്, ആ സീരീസ് വായിക്കാം. 2, 5, 12, 27, 58, ഒന്നും കൂടി വായിക്കാം. 2, 5, 12, 27, 58, അപ്പോൾ ഇനി ഇതിന്റെ ഉത്തരങ്ങൾ പറയാം. ആൻസേഴ്സ് നോക്കുക. ആദ്യത്തെ നമ്പേഴ്സ് ആ സീക്വൻസ് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. 1, 4, 9 എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് സ്ക്വയർസ് ആയിട്ട് വരുന്നത്. 1 സ്ക്വയർ 1, 2 സ്ക്വയർ 4, 3 സ്ക്വയർ 9. അപ്പോൾ അടുത്ത തീർച്ചയായിട്ടും 4 സ്ക്വയർ ആയ 16 ആയിരിക്കും. അടുത്ത നമ്പേഴ്സ് നോക്കുക. 5 സ്ക്വയർ 25ഉം 6 സ്ക്വയർ 36 ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് പെട്ടെന്ന് കിട്ടും. 4 സ്ക്വയർ ആയ 4ന്റെ വർഗമായ 16 ആണ് ഉത്തരം. ഇനി അടുത്തത് 8, 13, 18, 28. അപ്പോൾ ഇത് നമ്പേഴ്സ് നോക്കുമ്പോൾ മനസ്സിലാവും ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്. എല്ലാത്തിൻ്റെ ഇടയിൽ 5ന്റെ വ്യത്യാസമാണ്. 8ഉം 5ഉം 13, 13ഉം 5ഉം 18. അപ്പോൾ അടുത്തത് 18ഉം 5ഉം 23. ഇനി അടുത്ത നമ്പർ നോക്കി 23ഉം 5ഉം 28 ആണ്. അപ്പോൾ 23 ആണ് അവിടെ മിസ്സിംഗ് ആയിട്ടുള്ള നമ്പർ. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. പ്ലസ് ഇട്ട് ആഡ് ചെയ്ത് പോകുമ്പോൾ ഉള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് ഉള്ള നമ്പറാണ്. ഇനി അടുത്ത് വരുമ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് 0, 2, 8, 24, 34. അപ്പോൾ ഈ നമ്പേഴ്സ് നോക്കുക. അപ്പോൾ ഇതിൽ 0 കഴിഞ്ഞാൽ പിന്നെ 2 കൂട്ടി, പിന്നെ 6 കൂട്ടി, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളത് നമുക്കറിയില്ല. അടുത്തത് വളരെ വലിയ നമ്പർ. അപ്പം നമുക്ക് അതായിരിക്കില്ല. ഇനി അത് ഉടനെ മൾട്ടിപ്ലിക്കേഷൻ ആണോ എന്ന് നമ്മൾ പെട്ടെന്ന് ചെക്ക് ചെയ്യുക. പിന്നെ ഈ നമ്പേഴ്സ് കാണുമ്പോൾ മനസ്സിലാവും ഇത് ഈ പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ അടുത്താണ്. 1 സ്ക്വയർ 2 സ്ക്വയർ 3 സ്ക്വയർ ഇങ്ങനെയുള്ള നമ്പേഴ്സിന്റെ അടുത്ത് കിടക്കുന്ന നമ്പേഴ്സാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് പെട്ടെന്ന് നോക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും 1 സ്ക്വയർ മൈനസ് 1 0, അതുപോലെ 2 സ്ക്വയർ മൈനസ് 2 2, ഇത് രണ്ടും ഉണ്ട്. ഇനി അടുത്ത 3 സ്ക്വയർ മൈനസ് 1 8, അതാണുള്ളത്. ഇനി അടുത്ത 4 സ്ക്വയർ മൈനസ് 2 14, അത് കൊടുത്തിട്ടില്ല. മറ്റേ രണ്ടും 1 സ്ക്വയർ മൈനസ് 1 2 സ്ക്വയർ മൈനസ് 2 ആയിരുന്നു. അഗെയിൻ 3 സ്ക്വയർ മൈനസ് 1
ഇനി 4 സ്ക്വയർ മൈനസ് 2 ആണോ എന്നൊന്ന് നോക്കുക. ഇനി അടുത്ത രണ്ട് നമ്പേഴ്സും കൂടി ചെക്ക് ചെയ്ത് നോക്കാം. 5 സ്ക്വയർ മൈനസ് 1 24, അത് കറക്റ്റ് ആണ്, അടുത്ത കൊടുത്തിട്ടുണ്ട്. അതുപോലെ 6 സ്ക്വയർ മൈനസ് 2 34, അതും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ മിസ്സിംഗ് ആയിട്ട് വരുന്നത് 4 സ്ക്വയർ മൈനസ് 2 ആയ 14 ആണ് അവിടെ മിസ്സിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇനി അടുത്ത സീരീസ് നോക്കിയാൽ 1 7 9 14 17 21 ഡാഷ്. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ശ്രദ്ധിക്കുക, 7 14 21 എന്ന നമ്പേഴ്സ് ഈവൻ പൊസിഷൻസിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അത് തമ്മിൽ നമുക്കറിയാം 7 14 21 7ന്റെ വ്യത്യാസം വരുന്നതാണ്, 7ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഉള്ളതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ തന്നെ പെട്ടെന്ന് നോക്കുക, ഓഡ് നമ്പർ പൊസിഷനിലും ഈവൻ നമ്പർ പൊസിഷനിലുമുള്ള നമ്പേഴ്സ് തമ്മിൽ ബന്ധമുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഇവിടെ ഈവൻ നമ്പർ പൊസിഷൻ 2 4 6 പൊസിഷനുകളിലാണ് 7 4 14 കൊടുത്തിരിക്കുന്നത്. ഇനി 1 3 5 എങ്ങനെയാണെന്ന് നോക്കാം. ഒന്നാമത് 1, പിന്നെ 9, പിന്നെ 17. അപ്പോൾ ഇവ തമ്മിലുള്ള ഒരു വ്യത്യാസം 8 ആണ്. 1 + 8 9, 9 + 8 17. അപ്പോൾ 17 + 8 25 ആയിരിക്കും അടുത്ത നമ്പർ. ഇനി അടുത്ത സീരീസ് 6 12 36 144 ഡാഷ്. അപ്പോൾ ഇവിടുത്തെ നമ്പേഴ്സ് വായിക്കുമ്പോൾ മനസ്സിലാവും, ഇൻറ്റു 2, പിന്നെ ഇൻറ്റു 3, പിന്നെ ഇൻറ്റു 4 അങ്ങനെ പോകുന്നു. അപ്പോൾ ലാസ്റ്റ് നമ്പർ 720 720 ആയിരിക്കും. അവിടുത്തെ ഉത്തരം പെട്ടെന്ന് കിട്ടും. ഇനി അടുത്തത് 2 5 12 27 58 ഡാഷ്. അപ്പോൾ ഇവിടെയും നമുക്ക് നോക്കാം. ഇവിടെ ആദ്യം ഒരു ചെറിയ വ്യത്യാസം, പിന്നെ കുറച്ച് വലുത്, അങ്ങനെ വരുമ്പോൾ അവിടെ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടോ സ്ക്വയർ ഉണ്ടോ എന്ന് പെട്ടെന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് പെർഫെക്റ്റ് സ്ക്വയറിന്റെ ഒന്നും അടുത്തല്ല. അപ്പം നമുക്ക് ആ മൾട്ടിപ്ലിക്കേഷനും അഡീഷനും കൂടെ ഉള്ള കോമ്പിനേഷൻ നോക്കുമ്പോൾ കിട്ടും 2 × 2 + 1 5. ഇനി അതുപോലെ 5 × 2 + 2, അപ്പോൾ 12. ഇനി 12 × 2 + 3 27. 27 × 2 + 4 58. അപ്പോൾ അങ്ങനെയാണ് ആ സീരീസ് പോകുന്നത്, മൾട്ടിപ്ലിക്കേഷനും പിന്നെ അഡീഷനും കൂടെ വരുന്നത്. അപ്പോൾ 58 × 2 + 5 121 ആയിരിക്കും ആൻസർ. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.